ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയവും മതവും മാറ്റി നിർത്തി സുമനസ്സുകൾ കൈകോർത്തതോടെ കതിരൂർ കക്കറ സ്വാമിമുക്കിലെ സവിതയും 2 മക്കളും ഇനി അടച്ചുറപ്പുള്ള പുത്തൻ വീട്ടിൽ അന്തിയുറങ്ങും. വിധവയായ സവിതയും 2 മക്കളും സമൂഹത്തിൽ തനിച്ചല്ലെന്ന് മരിക്കാതെ മനുഷ്യത്വം അടിവരയിടുകയായിരുന്നു. സവിത സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് ചമ്പാട്ടെ ഷാജിയെ സമീപിച്ചതോടെയാണ് വീട് പണിക്കായി ജനകീയ കമ്മിറ്റി ഉണ്ടായത്. വർഷങ്ങൾക്ക് മുന്നെയാണ് സവിതയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറായിരുന്ന പ്രദീപൻ മരണപ്പെട്ടത്. ഇതോടെ 2 മക്കളും സവിതയും ജീവിതത്തിൽ തനിച്ചായി. മറുമാർഗമില്ലാതെയാണ് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സവിത സഹായം അഭ്യർത്ഥിച്ച് ചമ്പാട്ടെ ഷാജിയെ സമീപിച്ചത്. അതോടെ വീട് പണിക്കായി ജനകീയ കമ്മിറ്റി ഉണ്ടായി. ടി ഹരിദാസ് രക്ഷാധികാരിയും ഷാജി കൺവീനറും PC കാസിം ഹാജി ഖജാൻജിയുമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതോടെ രാഷ്ട്രീയ മതഭേദമന്യേ സഹായം ഒഴുകിയെത്തി. സഹായം തേടി RSS കാര്യാലയത്തെ സമീപിച്ചപ്പോൾ വീടിന്റെ കോൺക്രീറ്റ് വാർപ്പ് അവർ ഏറ്റെടുത്തു. ഉക്കാസ് മുട്ടയിലെ P കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രം നിലത്ത് വിരിക്കാനുള്ള ടൈൽസ് നൽകി. പ്രദേശവാസിയായ BP സമദ് ചുമരിന്റെ തേപ്പിനും നിലത്തെ കോൺക്രീറ്റിനും ആവശ്യമായ തുക നൽകി. മെട്രോ സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹി PM യൂസഫ് 75,000 രൂപ നൽകി. ചുണ്ടങ്ങാപ്പോൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 40,000 രൂപ സ്വരൂപിച്ചു. ഹാദിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, വൈസ്മാൻ ക്ലബ്ബ്, പുന്നംപാലം ശിഹാബ് തങ്ങൾ ട്രസ്റ്റ്, പുന്നംപാലം മഹല് പ്രവാസി കൂട്ടായ്മ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, കതിരൂർ KSCB എന്നിവരും ആവശ്യമായ സഹായങ്ങളുമായി രംഗത്തെത്തി. കേരള ഇലക്ട്രിക്കൽ ആൻഡ് വയർമെൻ അസോസിയേഷൻ കതിരൂർ കമ്മിറ്റി സൗജന്യമായി വീട് വൈദ്യുതീകരിച്ചു. പല വഴിക്കും സഹായം എത്തിയതോടെ 7,70,000 രൂപ ചെലവഴിച്ച് 8 മാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തീകരിക്കാനായി. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വീട് നിർമ്മാണ കമ്മിറ്റി ഖജാൻജിയും പ്രവാസിയുമായ PP കാസിം താക്കോൽ കൈമാറി. ഞാൻ കേൾക്കുന്നവരെ അവരോട് സംസാരിച്ചു. വളരെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമെന്നുള്ള ഇതിൽ അവർ സമ്മതിച്ചു. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെത് അത് പറഞ്ഞ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും കിടക്കുക ചെയ്യേണ്ട തൊട്ടടുത്ത വീട്ടുകാർ എപ്പം വേണമെങ്കിലും വെള്ളം എടുക്കുന്നത് അതും നമ്മളൊന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ. ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ ഇതിൽ നമുക്ക് ചെയ്യാം. കൺവീനർ ഷാജി അധ്യക്ഷനായി. RSS നേതാവ് ശശിധരൻ വീട് വൈദ്യുതീകരിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വീട് വൈദ്യുതീകരിച്ച KEWA ഭാരവാഹികളെ ചടങ്ങിൽ ഷാളണിയിച്ച് ആദരിച്ചു. കോൺഗ്രസ് നേതാവ് പ്രേമരാജൻ മുഖ്യാതിഥിയായി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KP റംസീന, രക്ഷാധികാരി T ഹരിദാസ്, V ഹരീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ഗൃഹപ്രവേശനത്തിയവർക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.